തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപരിപാടികളും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു വിഭാഗം ആളുകൾ ഈ പാവപ്പെട്ടവരുടെ വിഷയത്തെ വർഗീയവൽക്കരിച്ച് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാനുള്ള ഹീനമായ ശ്രമം നടത്തുകയാണ്. അത് കേരളം ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടും. നിയമപരമായി ഞങ്ങൾ ഇപ്പോഴും ഒരേ നിലപാടാണ്. 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ്. ഗവൺമെന്റ് അത് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. കമ്മീഷനെല്ലാം നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷന്റെ സമയപരിധി ചുരുക്കി എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നൊരു റിപ്പോർട്ട് വാങ്ങിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് വിചാരിച്ചാൽ കഴിയും. കർണാടകയിൽ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി അവരുടെ കർഷകരുടെ പ്രശ്നം വന്നപ്പോൾ ചെയ്ത പ്രത്യേക ഉത്തരവിറക്കിയിട്ടാണ് അത് ചെയ്തത്. അതുപോലെ കേരളത്തിൽ ഇതിന് പരിഹാരമുണ്ട്. എന്നിട്ട് കോടതിയെ അറിയിക്കണം. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയാണ് വിഷയം. ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. അത് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയി കേരളത്തിന്റെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ അനുവദിക്കില്ല. ഞങ്ങൾ അതിന്റെ മുമ്പിൽ നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിക്കും. കമ്മീഷന്റെ കാലാവധി കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നിലവിൽ 3 മാസമാണ്. അത് എത്രയും പെട്ടെന്ന് 1 മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റാവുന്ന കാര്യമല്ല. അത് എത്രയും പെട്ടെന്ന് കുറച്ച് കാലാവധി കുറച്ച് കമ്മീഷനുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തോടു കൂടി പറഞ്ഞ് ഈ വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അദ്ദേഹം സീനിയർ ഹൈക്കോടതി ജഡ്ജായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഗൗരവം പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം ഉണ്ടാക്കണം. ഗവൺമെന്റ് ഒരു ഡയലോഗ് നടത്തുന്നില്ല. ശരിക്കും ഇവരായിട്ടൊരു ഡയലോഗ് നടത്തിയിട്ടുണ്ടോ? ഞാനൊരു കത്ത് അയച്ചപ്പോഴാണ് സർവകക്ഷി യോഗം വിളിക്കണമെന്നൊരു കത്ത് അയച്ചപ്പോഴാണ് സർക്കാർ ഒരു ഉന്നതതല യോഗം പോലും വിളിക്കുന്നത്. ഈ മുഖ്യമന്ത്രി ഇവരാരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അത് നടക്കുന്നില്ല. അത് എന്നിട്ട് തന്നെ എത്രയോ പ്രാവശ്യം അത് നീട്ടിവെച്ച് ഇലക്ഷൻ കഴിയുന്നവരാക്കി. ഇലക്ഷൻ കാലത്ത് ഇവിടെ ഇലക്ഷൻ നടക്കുന്നില്ല എറണാകുളത്ത്. ഇതിവിടെ പെരുമാറ്റച്ചട്ടമുള്ള ജില്ലയല്ലല്ലോ. അപ്പൊ ഇത് സംബന്ധിച്ചൊരു യോഗം തിരുവനന്തപുരത്ത് നടത്താമായിരുന്നു. എന്നിട്ട് ഇലക്ഷൻ കഴിയുന്നവരെ 1 മാസം നീട്ടിവെച്ചു. ഇലക്ഷനിൽ അതിന്റെ ഗുണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് മനസ്സിലായി. അത് ഞങ്ങളത് UDF ഉടനെ തന്നെ കൂടിയിട്ട് ഞങ്ങളത് തീരുമാനമെടുക്കും. ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും ഞങ്ങൾ കമ്മീഷൻ അറിയിക്കും. തെളിവില്ല, ഇനി അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുള്ള പാലക്കാട് വെച്ച് താങ്കളും പറഞ്ഞതാണ്. ഇത് അവസാനം വരുമ്പോൾ ഒന്നും കാണില്ല. ഇത് പാതിരാ നാടകമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം 2 പ്രാവശ്യം അടിവരയിട്ട് പോലീസ് ഇല്ലേ? എന്താ അവിടെ നടന്നത്? ഇവിടെ പെട്ടിയുമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇത് CPM-കാര്, BJP-കാര്, കോൺഗ്രസ്സുകാര്, മാധ്യമപ്രവർത്തകര് എല്ലാം താമസിക്കുന്ന ഒരു ഹോട്ടലിൽ, CCTV ഉള്ള ഹോട്ടലിൽ സ്ഥാനാർത്ഥി പെട്ടിയുമായി വന്നു എന്ന് പറഞ്ഞൊരു പ്രചരണം ഉണ്ടാക്കി. രാത്രി 12:30 മണിക്ക് 2 വനിതാ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറിയിൽ മാത്രം റെയ്ഡ് നടത്തി. ഈ പാതിരാ നാടകം നടത്തിയ മന്ത്രി MB രാജേഷും അളിയനും കൂടി നടത്തിയെന്ന് ഞാൻ പറഞ്ഞു. 2 പേരും കൂടി നടത്തിയത്. ജനങ്ങളോട് മാപ്പ് പറയണം. അവരോട് 2 പേരോട് മാപ്പ് പറയണം. രാത്രി 12:30ക്കാണ് അവരുടെ മുറിയിൽ ഒരു വനിതാ പോലീസുകാരി ഇല്ലാതെ, സെർച്ച് വാറണ്ട് ഇല്ലാതെ ഈ വൃത്തികേട് കാണിച്ചത്. അല്ലാതെ അവിടെ പണം ഉണ്ടായെന്ന് ആരെങ്കിലും വിശ്വസിച്ചു? പാതിരാ നാടകം. 6 കാര്യങ്ങൾ അവർക്ക് എതിരായി തിരിച്ചു വന്നു. 1 കത്ത് നാടകം, 1 പാതിരാ നാടകം, 3 പെട്ടി നാടകം, പിന്നെ സ്പിരിറ്റ് നാടകം, പിന്നെ പരസ്യ നാടകം ഇല്ലേ, പിന്നെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച വിവാദം. 6 കാര്യങ്ങൾ CPM ഉണ്ടാക്കി. BJP-ക്കെതിരെയല്ല, കോൺഗ്രസിനെതിരെ. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് കോൺഗ്രസിനെ തോപ്പിച്ച് BJP ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അപ്പൊ ഇതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആള് മന്ത്രി MB രാജേഷാണ് അതിന്റെ ഉത്തരവാദി. അദ്ദേഹത്തിന്റെ അളിയനെതിരെ നടപടി എടുക്കാൻ പറ്റില്ല. മന്ത്രി മാപ്പ് പറയണം. പൊതുസമൂഹം CPM-ഉം മാപ്പ് പറയണം. ചെങ്ങന്നൂർ MLA ആയിരുന്ന നമ്മുടെ രാമേന്ദ്രൻ നായരുടെ മകന് അവിടെ ഒരു നിയമനം, ആശ്രിത നിയമനം കൊടുത്തു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ആശ്രിത നിയമനം എങ്ങനെ MLA-യുടെ മകന് കൊടുക്കും എന്നായിരുന്നു കോടതി തന്നെ ചോദിച്ചത്. അതൊക്കെ ലോകായുക്തയിൽ ചോദ്യം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അന്ന് ലോകായുക്തയുമായി വലിയ വിവാദമുണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ അത് ആശ്രിത നിയമനത്തിന്റെ നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അത് നടത്തിയതെന്ന് വ്യക്തമായി. ഞങ്ങൾ പറഞ്ഞ കാര്യം വീണ്ടും ശരിയാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണല്ല.
നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അത് പിന്നീട് കുറെ നാൾ കഴിയുമ്പോഴേ ചോദിക്കണം, ശരിയായി വരുമ്പോൾ മാത്രം. എനിക്കൊരു പിണക്കമുണ്ട് നിങ്ങളോട്. നേരത്തെയുള്ള പ്രവചനങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ രാജീവ് പറഞ്ഞത് 2022 ഒരു UDF MLA ആണ് ഇവർക്ക് നികുതി അടയ്ക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കുന്നതിനെതിരെ സബ്മിഷൻ കൊണ്ടുവന്നത്. അവരാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. തെറ്റായ കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ LDF ഗവൺമെന്റ്, അച്യുതാനന്ദൻ ഗവൺമെന്റിലെ ആ കമ്മീഷനെ വെച്ച് ഇവിടെ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് അത് ക്യാബിനറ്റ് അത് അംഗീകരിച്ച് ഇല്ലേ 2010 ഞങ്ങളുടെ ഗവൺമെന്റ് 6 കൊല്ലം ഭരിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ഈ വഖഫ് ബോർഡിന്റെ നേതൃത്വത്തിൽ ഇരുന്നിട്ട് ഒരു നടപടി ഇവിടെ ഉണ്ടായോ? ഞങ്ങൾ ആരെങ്കിലും ചെയ്തു? എന്നിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പലതും പറയുകയാണ്. അത് ഞാൻ ചോദിക്കട്ടെ, ഇനി വാദത്തിന് വേണ്ടി സമ്മതിക്കുക, ഒരു MLA സബ്മിഷൻ കൊണ്ടുവന്ന് ഇവരൊക്കെ ഇറക്കി വിടുമോ? ഇവര് ആ പറയണത് എന്നൊരു ന്യായമില്ലല്ലോ, അന്യായം ഉണ്ടല്ലോ. ഞാൻ വാദത്തിന് വേണ്ടി MLA കൊണ്ടുവന്നല്ല ഞാൻ പറഞ്ഞത്. MLA കൊണ്ടുവന്നു നോക്കിയ കൊണ്ടുവന്നു വിചാരിക്കുക, MLA ഒരു സബ്മിഷൻ കൊണ്ടുവന്ന അപ്പൊ ഈ 600 ജില്ലാ ആളുകളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് കൊടുക്കുക. സബ്മിഷൻ കൊണ്ടുവന്നിട്ടില്ല. അല്ല, ചെയ്യോ ഗവൺമെന്റ്? രാജീവിനോട് ഈ അധികം ന്യായീകരിച്ച് അധികം അദ്ദേഹം വഷളാരെന്ന് പറയണം. എന്റെ സുഹൃത്താണ്, അതുകൊണ്ടാ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം.